ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എന്നർ ബ്ലോസംസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ ഗാർഡനിൽ ലക്കി ബാമ്പു 3 വ്യത്യസ്ത കളറുകളിലുള്ള ലക്കി ബാമ്പു ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഗ്രോ ബാഗിൽ ഒന്നിച്ച് വെക്കാൻ പോവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മുൻ വ്ളോഗിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു 3 വ്യത്യസ്ത രീതിയിൽ മണ്ണ് കുറച്ചെങ്ങനെ ഗ്രോ ബാഗ് നിറയ്ക്കാമെന്ന്. അന്ന് നമ്മൾ തൊണ്ട് വെച്ചും അതുപോലെ തന്നെ വാഴയുടെ ഇല വെച്ച് ഉണങ്ങിയ വാഴയുടെ ഇല വെച്ചും അതുപോലെ തന്നെ ഉണങ്ങിയ ഇലകൾ വെച്ചുമൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ആ ഒരു 3 രീതി കൂടി ഒന്നിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഉണങ്ങിയ വാഴയില വെക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ വാഴച്ചപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ആദ്യം വെക്കും. അതിനുശേഷം അല്പം മണ്ണിടും. അതിനുശേഷമാണ് നമ്മൾ ഉണങ്ങിയ ഇല വെക്കുന്നത്. അതിനുശേഷം നമ്മൾ തൊണ്ടുകൾ വെക്കും. നമ്മൾ കൂടുതലും ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നതെങ്കിലും തൊണ്ടുകൾ വെച്ചാലും അത് നല്ലൊരു വളമാണ്. അപ്പോൾ എങ്ങനെയാണ് കാണിച്ചില്ല. നമ്മൾ ഉണങ്ങിയ വാഴയില വെച്ച് അതിനുശേഷം അല്പം മണ്ണിടുവാണ്. മണ്ണ് ഇട്ടതിന് ശേഷം നമ്മൾ കറുവയുടെ ഉണങ്ങിയ ഇലയാണ്, അപ്പോൾ അത് കുറച്ചിടണം. അതിലേക്ക് കുറച്ച് മണ്ണൂടെ ചേർക്കുവാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് ചെറിയ തൊണ്ടുകൾ വെക്കുവാണ്. നമ്മൾ അവസാനമായിട്ട് കുറച്ചുകൂടെ മണ്ണിട്ട് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ചേർത്തിരുന്നത് ഉണങ്ങിയ കരിയില, അതുപോലെ തന്നെ തൊണ്ട്, അതുപോലെ തന്നെ ഉണങ്ങിയ വാഴയിലയാണ്. അപ്പം നമ്മളിപ്പോൾ വേണമെങ്കിൽ നമുക്ക് വളങ്ങൾ ഉപയോഗിക്കാം, പക്ഷെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നമ്മൾ വെക്കുന്ന ചെടിയുടെ ചുവടൊക്കെ ഒന്ന് ഉറച്ചതിന് ശേഷം, അല്ലെങ്കിൽ പുതിയ വേരുകൾ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് വളങ്ങൾ ചേർക്കുന്നുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതുപോലെ വ്യത്യസ്തമായ വെജിറ്റബിൾ ഗാർഡൻ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.